ഇന്നലെ സ്കൂൾ വിട്ട് മദ്രസയിലേക്ക് പോകുന്ന അബ്ദുൾ റഷീദിന്റെ മകൻ അബൂബക്കർ റഫാൻ എന്ന് പറയുന്ന 9 വയസ്സുകാരൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ അതിദാരുണമായ രീതിയിൽ തെരുവുനായ കടിക്കുകയും അദ്ദേഹം ഇന്ന് സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ SDPIയും വർഷങ്ങളായി ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി അധികാരികളെയും ഭരണകക്ഷിക്കാരോടും ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ തെരുവുനായ ഇഷ്യൂസിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു തെരുവുനായ ശല്യം മൂലം അവർ കടിയേറ്റപ്പോഴ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശുശ്രൂഷ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം പോലും മഞ്ചേശ്വരത്ത് ഇല്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇന്നലെ റഫാന് കടിയേറ്റു. മഞ്ചേശ്വരം CHCയിൽ അതിനുള്ള സംവിധാനമില്ല. ഇവിടെ വലിയ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് താലൂക്ക് ആശുപത്രിയുണ്ട് മംഗൽപാടിയിൽ, അവിടെയും ഇതിനൊരു സംവിധാനമില്ല. നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ്. രാത്രി സമയങ്ങളിലായാല് ഈ പാവപ്പെട്ട കുട്ടികള് എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുവാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തില് തെരുവുനായ മൊത്തം നഗരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വിലസിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ 1% പോലും ഒന്നും ചെയ്യുവാൻ വേണ്ടി മുന്നോട്ട് വരാത്ത ഭരണപക്ഷവും അധികാരികളുമായി മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ ഭരണപക്ഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധ്യമല്ല. കാരണം ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പൊതുപ്രവർത്തന മേഖലയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, അവരെന്താണോ എന്ത് ബുദ്ധിമുട്ടാണോ സഹിക്കുന്നത്, അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സമരം ഇവിടെ പഞ്ചായത്തിലേക്ക് SDPIക്ക് വെറും മണിക്കൂറുകൾ കൊണ്ട് നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് വളരെ കൃത്യമായി അധികാരികളോടും ഭരണപക്ഷത്തിനോടും പറയുവാനുള്ളത്, ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള മൗനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് സമരം നടത്തുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സന്നദ്ധമാണ്. ഇത് പാവപ്പെട്ട കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള കടിയേറുമ്പോൾ നിങ്ങൾക്കത് വേദനിക്കുകയില്ല. കാരണം നിങ്ങൾ മളിമാളികകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇന്ന് അറിഞ്ഞാലും അതിനെതിരെ ഒരു ചെറുവിരൽ ഇളക്കുവാൻ വേണ്ടി പോലും നിങ്ങൾ മുന്നോട്ട് വരാത്തൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് കടിയേറുമ്പോൾ മാത്രമേ നിങ്ങൾ ഉണരുകയുള്ളൂ എന്നാണ് SDPIക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള മൗനം അവലംബിക്കുന്നത് അവസാനിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന തെരുവ് നായ്ക്കൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് ഉണർത്തുവാനുള്ളത്. ഇവിടെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച സലാം പറഞ്ഞത്, ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ മാലിന്യ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങള് തെരുവോരങ്ങളില് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ തെരുവ് നായ്ക്കൾ ഇത്തരത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്നതിന് വളരെ കാരണമായിട്ടുള്ളത് എന്ന പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട ഭരണാധികാരികളും ഇത് മനസ്സിലാക്കണമെന്നാണ് SDPIക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ MLA ഇലക്ഷനില് വളരെ കൃത്യമായിട്ടാണ് MLA ഉന്നയിച്ചത്. കാരണം
മാലിന്യ പ്രശ്നത്തിനൊരു അരുതി വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന MLA ഇതുവരെ മാലിന്യത്തിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സീറ്റില് ഭരിച്ച പ്രസിഡന്റും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ വൈസ് പ്രസിഡന്റും ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പഞ്ചായത്തിലേക്ക് അവരുടെ വിഭാഗം തന്നെ UDF വിഭാഗം തന്നെ പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു ലജ്ജകരമായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഇവിടെ സംജാതമായിട്ടുണ്ട് എന്ന് പറഞ്ഞാല് സ്വന്തം വിഭാഗത്തെ പോലും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് സ്വന്തം സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഭരണപക്ഷം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. SDPIക്ക് വളരെ കൃത്യമായി പറയുവാനുള്ളത് ഇതിനൊരു അരുതി നിങ്ങൾ വരുത്തില്ല എങ്കിൽ ഇനിയും മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കടിയേറ്റുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുവാൻ തന്നെയാണ് SDPIയുടെ തീരുമാനം. നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ SDPI സമ്മതിക്കുകയില്ല എന്നാണ് പറയുവാനുള്ളത്. അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത് ഇത് ഈ 4.5 വർഷം കൊണ്ട് ഒന്നും ചെയ്യാത്ത ഈ ഭരണപക്ഷവും അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് ഇനിയും ഭരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളോടും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ കൃത്യമായി ചോദിക്കണം, എവിടെയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കഴിഞ്ഞ ഒരുപാട് വർഷമായി തെരുവുനായ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം നൽകുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇനിയും കോൾഗേറ്റിന്റെ ക്ലോസപ്പിന്റെ പരസ്യവുമായി അവർ നിങ്ങളടുത്തേക്ക് വരുവാനുള്ള സമയമായി, പല നാടകങ്ങൾ നടത്തുവാനുള്ള സമയമായി, പല പ്രതിഷേധങ്ങളുമായി അവര് നാടകീയമായി അവർ മുന്നോട്ട് വരും. അവരോട് കൃത്യമായി നിങ്ങൾ രാഷ്ട്രീയ സംവാദം നടത്തിക്കൊണ്ട്, രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ട്, കൃത്യമായി അവരോട് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള കപട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അത്തരത്തിലുള്ള ആളുകളെയും വീട്ടിലിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളോട് SDPIക്ക് പറയാനുള്ളത് ജനവിരുദ്ധമായിട്ടുള്ള, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ പ്രതിഷേധങ്ങൾക്കും നേതൃത്വം വഹിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സന്നദ്ധമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി.